ഹലോ, ലോക്കൽ ട്രാവലർ തിരൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരൂർ ടൗണിലാണ്. തിരൂർക്കാർ കാണേണ്ട ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത് എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ കാണാതിരിക്കണ്ട. 5 കൊല്ലമായിട്ട് അടഞ്ഞു കിടക്കുന്ന തിരൂരിലെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അത്യാവശ്യം തിരൂർക്കാർക്കൊക്കെ അറിയുണ്ടാവും. കോരങ്ങത്ത് സവേര ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഭാഗത്തായിട്ടുള്ളത്. അത് ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേൻ്റെ അന്ന് കമ്മ്യൂണിറ്റി പാർക്കായിട്ട് തിരൂർക്കാർക്ക് തുറന്നു കൊടുത്തിക്കണം. പണ്ടത്തെ മാതിരി വെറുതെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ആയിട്ടല്ല കേട്ടോ, അടിമുടി മാറിയിട്ടാണ് ഇത്തവണ ഈ കമ്മ്യൂണിറ്റി പാർക്കിൻ്റെ വരവ്. എന്താണ് മാറ്റങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം. പണ്ട് ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കുറച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങളും കുട്ടികൾക്ക് കുറച്ച് ഊഞ്ഞാലും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ വരവ് അതുക്കും മേലെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നു. 20 റുപ്യാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ടിക്കറ്റ് എടുത്ത് കയറിയാൽ ഗേറ്റിനോട് ചാരി ആദ്യം തന്നെ ഉള്ളത് ഒരു ലൈബ്രറിയാണ്. അതും ഫ്രീ ആയിട്ട് എല്ലാ ബുക്സും നമുക്ക് എടുത്തിട്ട് വായിക്കാം. വായിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ തിരിച്ചു വെക്കണം. ബുക്കിന് നമ്മളെ കൂടെ പോരാൻ ഇഷ്ടമല്ലാന്ന് അവിടെ എഴുതി വച്ചിരിക്കണം. ഇവിടെ വന്നിട്ട് ഈ മരത്തണലിൽ ഇഷ്ടപ്പെട്ട ബുക്കുകൾ എടുത്തിട്ട് വായിച്ചിരിക്കാൻ നല്ല രസമാവും. ചിലപ്പോൾ നിങ്ങൾ പറയും കോപ്പാന്ന്. പക്ഷെ വായന ലഹരിയാക്കിയിട്ടുള്ള കുറേ ചെങ്ങായിമാരുണ്ട്. ഓൽക്ക് എല്ലാവർക്കും വൈബാവട്ടെ അവിടെ. പിന്നുള്ള മാറ്റം, പണ്ടത്തെ ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കിൽ ഇല്ലാത്ത സാധനങ്ങൾ, പല റൈഡുകളും ഇവിടെ ഇപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ പാർക്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നതും ഈ ഭാഗത്താണ്. ഇവിടേക്ക് നോക്കിയാൽ പുതിയങ്ങാടിയിലും കല്ലുങ്ങലൊക്കെ നീർച്ചക്ക് പോയ മാതിരിയാണ്. അവിടെയുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതേമാതിരി കുറേ ആൾക്കാരും ഉണ്ട് ഇവിടെ. ഇതിനൊക്കെ വേറെ വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരു ഏന്തുറിഞ്ഞാലിൻ്റെമ്പാടി കുറവുള്ളൂ, ബാക്കിയൊക്കെ ഉണ്ട് ഈ ഏരിയയിൽ. ഇതിൻ്റെയൊക്കെ ടിക്കറ്റ് ആവശ്യത്തിന് എടുക്കാൻ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറുകളും ഉള്ളത്. എന്തായാലും കുട്ടികൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ആർമാദിക്കാം. പാർക്കിൻ്റെ ഉള്ളിൽ കയറാൻ 5 വയസ്സിൻ്റെ താഴെയുള്ളവർക്കും 70 വയസ്സിൻ്റെ മേലുള്ളവർക്കും ടിക്കറ്റ് വേണ്ട. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വക റൈഡുകളിലൊക്കെ കയറണമെങ്കിൽ ഏത് പ്രായക്കാരായാലും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. കുട്ടികളും വയസ്സായ ഒരുമാതിരി ട്രാൻസ്ജെൻഡേഴ്സിനും ഭിന്നശേഷിക്കാർക്കും പാർക്കിൽ എൻട്രൻസ് ഫ്രീ ആണ്. ടോട്ടൽ ഈ 4 കാറ്റഗറിയിലുള്ളവർക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. പിന്നെ സ്റ്റുഡൻസിന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ആകെ 10 റുപ്യാണ് ടിക്കറ്റിനുള്ളൂ. ഇത്ര ഇളവെടുക്കാനുള്ള തീരുമാനങ്ങൾക്ക് ഈ ചാനലിൻ്റെ വക ഈ പാർക്കിൻ്റെ ഓപ്പറേറ്റേഴ്സിന് ഒരു ബിഗ് സല്യൂട്ട്. നില ഹോളിഡേയ്സ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡാണ് ഈ പാർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ പാർക്കിൻ്റെ മുന്നോട്ടുള്ള കാലങ്ങളിലും അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പാർക്കിനെ നിലനിർത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് നമുക്ക്. പിന്നുള്ളത് പാർക്കിൻ്റെ ഉള്ളിൽ വാക്ക് വേ കൂടിയുള്ള ഒരു ലണ്ടൻ ബസ്സാണ്. ഈ ബസ് സർവീസ് പാർക്കിൻ്റെ മുഴുവൻ കാഴ്ചകളും കണ്ടിട്ട് ബസ്സിലൊരു യാത്ര. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള മാതിരി സിറ്റി ടൂറിനൊക്കെ പോണ ബസ്സിൻ്റെ മാതിരിയുള്ള ഒരു ചെറിയ 2 തട്ടുള്ള ബസ്. പാർക്കിനകത്ത് അതിലൊരു കറക്കം. ഈ ഏർപ്പാടും തിരൂരിൽ ആദ്യമായിട്ടാണ്. 40 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. ബസ്സിൽ കയറിപ്പോകാൻ മാത്രമുള്ള ഏരിയ ഒന്നും പാർക്കിനില്ല. ഒരു രസത്തിന് കയറാം കുട്ടികൾക്കൊക്കെ. പിന്നുള്ളത് ഫുഡ് കോർട്ടുകളാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കാനും തിന്നാനും നമ്മൾ തിരൂർക്കാർ എന്നും സാറാണ്. അതുകൊണ്ട് തന്നെ പല ഫുഡ് കോർട്ടുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. ഓട്ടും കൂളും സ്നാക്സും അങ്ങനെ എല്ലാ അലാക്കും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ചായയും കുടിച്ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും. ഇവിടെ ഇങ്ങനെ ബന്ധുക്കളും ഫ്രണ്ടുക്കളൊക്കെ ഒപ്പമായിട്ട് ഓരോ ചായയും കുടിച്ചിട്ട് സൊറ പറഞ്ഞിരിക്കാൻ നല്ല രസമാവും. ഇരിക്കാനുള്ള സ്ഥലങ്ങളും സെറ്റപ്പാണ്. ഏത് നേരത്തും നല്ല തണലാവും ഇരിക്കണ സ്ഥലത്തൊക്കെ. കാരണം ഈ കാണുന്ന അത്തിമരങ്ങളെ ചോട്ടിലാണ് ഇരിക്കാനുള്ള ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്തിമരത്തിൻ്റെ ഇലകൾ നല്ല വലിയ ഇലകളാണ്. ഒരു പൊടി വെയിൽ താഴത്തേക്ക് എത്തൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ പറയാനുള്ളത് ഈ പുല്ലിൻ്റെ ഏരിയനെ പറ്റിയിട്ടാണ്. ഒരുവിധം പാർക്കിലൊക്കെ പോയാൽ കാണാം പുല്ലിൽ ചവിട്ടരുത്, നടക്കരുത് എന്നൊക്കെ എഴുതി വച്ചിരിക്കണം. ഇവിടെ നോ പ്രോബ്ലം. ഇവിടെ ഓടാം, ചാടാം, കുത്തിമറിയാം.
കാരണം ഇത് പുല്ലല്ല, ടർഫുകളിലൊക്കെ ഉള്ള മാതിരിയുള്ള പുല്ലിൻ്റെ മാറ്റ് വിരിച്ചതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇതിൽ ഓടിക്കളിച്ചാലും നോ പ്രോബ്ലം. തിരൂർ എന്തായാലും ഇങ്ങനൊരു പാർക്ക് അത്യാവശ്യമാണ്. കാരണം തിരൂർ വന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ടൗണിൽ ഒരു തിയേറ്റർ പോലും ഇല്ല. ഒരു ട്രെയിന് ലേറ്റ് ആയാലോ ബസ്സിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലോ നേരം പോകാനായിട്ട് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഈച്ചനാട്ടി ഇരിക്കണമായിരുന്നു ഇതുവരെ. ഇനി അതിൻ്റെ ആവശ്യമില്ല. ടൗണിൻ്റെ 1 കിലോമീറ്റർ പരിധിയിലാണ് ഈ പാർക്കുള്ളത്. മലപ്പുറം ജില്ലക്ക് പുറത്തുനിന്ന് വരെ തിരൂർ ഗൾഫ് മാർക്കറ്റ് ആളുകൾ ഫോൺ നന്നാക്കാനും വാങ്ങാനൊക്കെ ആയിട്ട് ഡെയിലി വരുന്നുണ്ട്. അവരൊക്കെ വന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ തിരിച്ചു പോകാനുള്ള സമയം വരെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കാണാം. ഇനി അവർക്കൊക്കെ ഇവിടെ വരാം, വിശ്രമിക്കാം. ഇതിൻ്റെ ഉള്ളിൽ 100 ആളെ കൊള്ളുന്ന ഒരു ഓപ്പൺ ഈവൻറ്റ് കോർണറും ഉണ്ട്. ചെറുകിട പരിപാടികളൊക്കെ ഇവിടെ വെച്ച് നടത്താൻ സൗകര്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ജെൻസിനും ലേഡീസിനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് വാഷ്റൂമുകളും ഉണ്ട്. അധികം എവിടെയും പാർക്കുകളിൽ കാണാത്ത ഫീഡിംഗ് റൂമും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൈക്കുഞ്ഞുങ്ങളാണേലും കുട്ടികളായിട്ട് അമ്മമാർക്ക് ധൈര്യമായിട്ട് ഈ പാർക്കിൽ കയറാം. പാർക്കിൻ്റെ ഒത്ത സെൻട്രലായിട്ട് ഒരു വാട്ടർ ലേസർ ഷോയും സെറ്റ് ചെയ്തിരിക്കുന്നു. രാത്രി 7 മണിക്കും 9 മണിക്കുമാണ് ഈ ലേസർ ഷോ ഇവിടെ നടക്കുന്നത്. പിന്നൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ ഇലയിലുള്ള പൊടി കണ്ടങ്ങൾ ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പാർക്കിങ്ങിൻ്റെ പുറത്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈനിൻ്റെ വർക്കിനായിട്ട് റോഡ് തോണ്ടിയതാണ്. അതിൻ്റെ പൊടിയാണ് ഈ പരിസരം മൊത്തം. ഈ റോഡ് എത്രയും പെട്ടെന്ന് റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർക്കിൻ്റെ ഉള്ളിൽ ഫുള്ള് പൊടിയാവും. ആ കാര്യത്തിൽ നല്ല ഉറപ്പാണ്. കാരണം ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ നല്ല പൊടി പാറിയാണ്ട് നിൽക്കുകയാണ്. ഈ ഇലകളിലൊക്കെ ഫുള്ള് ഈ പൊടി വന്ന് നിൽക്കുന്നത് ഈ പുറത്തുനിന്നാണ്. രാത്രി ആയാൽ പാർക്ക് വേറൊരു ലുക്കാവുണ്ട്. പല കളർ ലൈറ്റുകളും ഓണായിട്ട് വേറൊരു ലെവലായി മാറുന്നുണ്ട് ഇവിടെ. ഇത് കണ്ട ലേസർ ഷോക്ക് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെ. കുറച്ചേരം ഞമ്മക്കും കാണാം എന്തായാലും. ഇങ്ങനെ ചെറുതാണെങ്കിലും കയറുന്നവനെ തൃപ്തിപ്പെടുത്താനുള്ള എല്ലാ സംഭവങ്ങളും ഈ പാർക്കിൻ്റെ ഉള്ളിൽ നില ഹോളിഡേയ്സ് ഒരുക്കിയിരിക്കണം. അപ്പോൾ തിരൂർ വരുമ്പോൾ ഈ പാർക്ക് എല്ലാവരും വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ നിർത്താൻ സമയമായിരിക്കണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യില്ല. പാർക്കിൻ്റെ മുമ്പോട്ടുള്ള നടത്തിപ്പിന് നില ഹോളിഡേയ്സിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം മസൂദ് തിരൂർ.